ഹലോ, എലൈൻ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സ്ത്രീകളുടെ ഇഷ്ടവും കരുതലും ഒക്കെ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു 5 ടിപ്സ് ഉണ്ട്. ഈ 5 കാര്യങ്ങൾ എന്താണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സീക്രട്ട് ഷെയറിംഗ് ആണ്. അതായത് നിങ്ങൾക്ക് ആ ഒരു സ്ത്രീ അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിയായിട്ട് ജസ്റ്റ് ഫ്രണ്ട്സ് ആയതിനു ശേഷം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന, അത് പുറത്തു പറയാൻ പറ്റിയ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കണം, ആ സീക്രട്ട് ഒക്കെ നിങ്ങൾക്ക് ആ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആ ഒരു സ്ത്രീ ആയിട്ട് ഷെയർ ചെയ്യാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് പറയാം, നീ ഒരു നല്ല സ്ത്രീയാണ് അല്ലെങ്കിൽ നീ ഒരു നല്ല പെൺകുട്ടിയാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഈ ഒരു രഹസ്യം നിന്നോട് ഞാൻ ഷെയർ ചെയ്തത്. നീ ഇത് വേറെ ആരോടും പറയരുത്. ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയുകയാണെങ്കിൽ ആ പെൺകുട്ടിയുടെ ഉള്ളിൽ നിങ്ങളോടുള്ള ഒരു ഇഷ്ടവും അല്ലെങ്കിൽ ഒരു കരുതലും ഒക്കെ ഉണ്ടാകാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സീക്രട്ട് ഷെയറിംഗ് ആണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നീറ്റ്നെസ് ആണ്, വൃത്തി. എല്ലാ സ്ത്രീകളും അല്ലെങ്കിൽ പെൺകുട്ടികളൊക്കെ ആദ്യം തന്നെ ഒരു പുരുഷനെ കാണുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവന്റെ വൃത്തിയാണ്. കുളിച്ച് തലമുടിയൊക്കെ നന്നായിട്ട് ഏരി നെയിലൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ വൃത്തിയായിട്ട് നടക്കുന്ന ആൺകുട്ടികളെ പൊതുവെ പെൺകുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങളിപ്പോൾ വല്ലാതെ വേർക്കുന്ന ആൺകുട്ടികളാണ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പെർഫ്യൂംസ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഈ റോസ് ഫ്ലവറിന്റെ പെർഫ്യൂംസ് ഒക്കെ ഒട്ടുമിക്ക ഗേൾസിനും ഇഷ്ടമാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ തുമ്മുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് കൈയൊക്കെ പൊത്തിയിട്ട് അല്ലെങ്കിൽ ടവലൊക്കെ യൂസ് ചെയ്തിട്ട് വേണം തുമ്മാൻ. ഒട്ടുമിക്ക ആൺകുട്ടികൾ ഇങ്ങനെ പബ്ലിക്കായിട്ട് നിന്നിട്ട് അങ്ങ് തുമ്മും. അത് ഒട്ടുമിക്ക പെൺകുട്ടികൾക്കും അല്ലെങ്കിൽ സ്ത്രീകൾക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തുമ്മുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു കുഞ്ഞ് ഹേർട്ടെങ്കിലും കമന്റ് ഇടാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണേ. കാരണം നിങ്ങളുടെ ഓരോ കുഞ്ഞ് കമന്റ് എന്ന് പറയുന്നത് എനിക്ക് വലിയ മോട്ടിവേഷനാണ്. അതുകൊണ്ടാണ് എല്ലാ വീഡിയോയിലും ഞാൻ ഇങ്ങനെ പറയുന്നത് കമന്റ് ഇടാൻ. അപ്പോൾ കമന്റിന്റെ കാര്യം ആരും മറക്കരുത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വേറെയൊന്നുമല്ല, ഫണ്ണി ടോക്കാണ്. അതായത് ഒട്ടുമിക്ക പെൺകുട്ടികൾക്കും അല്ലെങ്കിൽ സ്ത്രീകൾക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ തമാശ കേൾക്കാൻ വേണ്ടിയിട്ട്. തമാശയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഒരു സ്ത്രീനെ അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടീനെ മാക്സിമം ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. നിങ്ങളുടെ ലൈഫിൽ നടന്ന എന്തെങ്കിലും ഒരു ഫണ്ണി ഇൻസിഡന്റ് ഷെയർ ചെയ്താലും മതി. ഇതൊക്കെ ആ ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ഒരു ഉള്ളിൽ ഒരു ഇഷ്ടം തോന്നാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു കാര്യം കൂടി പറയാം, നിങ്ങളിങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് ലാസ്റ്റ് അവളെ ഇൻസൾട്ട് ചെയ്യുന്നതായിട്ട് അവൾക്ക് ഒരിക്കലും തോന്നിയിരിക്കരുത്. അങ്ങനെ അവൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഓടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തമാശയൊക്കെ പറയുമ്പോൾ എല്ലാവരും സൂക്ഷിച്ചും കണ്ടൊക്കെ പറയാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് റെസ്പെക്റ്റ് ആണ്. അതായത് നിങ്ങൾ ആ ഒരു സ്ത്രീയുടെ കൂടെ നിൽക്കുമ്പോൾ മാക്സിമം ബാക്കിയുള്ള എല്ലാ സ്ത്രീകൾക്കും റെസ്പെക്റ്റ് കൊടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അല്ലാതെ നിങ്ങളുടെ മുമ്പിൽ കൂടെ ഏതെങ്കിലും ഒരു സ്ത്രീ പോയി എന്നും പറഞ്ഞിട്ട് അയ്യേ ഇത് അവരെ നോക്കിക്കേ, ഒരു വയസ്സ്, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് തമാശ രീതിയിൽ നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും ആ ഒരു പെൺകുട്ടിക്ക് ചിലപ്പോൾ ഇൻസൾട്ട് ആയിട്ടായിരിക്കും തോന്നുക. അതുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ടിൽ വരുന്ന ഏത് സ്ത്രീകളെ ആണെങ്കിലും റെസ്പെക്റ്റ് കൊടുത്തിട്ട് സംസാരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അല്ലാതെ അവളുടെ ഡ്രസ്സ് നോക്കിക്കേ, എന്ത് വൃത്തിയില്ലാതെ നടക്കുന്നേ, ഇവരെന്തു ഈ കാണിക്കുന്നത്, അവരുടെ ആ സംസാരം കേട്ട് നോക്കിക്കേ എന്ത് വൃത്തികേടായിട്ടാണ്, ഇങ്ങനെയൊക്കെ പറയുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോടായിരിക്കും ഒരു ഇറിറ്റേഷൻ അല്ലെങ്കിൽ ഒരു വെറുപ്പ് തോന്നാൻ വേണ്ടിയിട്ട് തുടങ്ങുക. അതുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ടിലൂടെ ഏത് സ്ത്രീകൾ പോയാലും മാക്സിമം നിങ്ങളുടെ കൂടെ ആ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കൂടി കൂടി റെസ്പെക്റ്റ് കൊടുത്ത് സംസാരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഇതാണ് നമ്മുടെ നാലാമത്തെ കാര്യം. ഇനി അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അഞ്ചാമതായിട്ട് വരുന്നത് വേറെയൊന്നുമല്ല, ഹെൽപ്പിംഗ് ആണ്. അതായത് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു ഹെൽപ്പുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എന്നും പറഞ്ഞിട്ട് ഓടിപ്പോയിട്ട് ആദ്യമായിട്ട് ഒരു പെൺകുട്ടിയെ കണ്ടു ജസ്റ്റ് ഒന്ന് ഫ്രണ്ട്സ് ആയി എന്ന് പറഞ്ഞിട്ട് ഓടി ചെന്നിട്ട് ഒരു 10,000 രൂപ കടമൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് തോന്നും, ഓ ഇവൻ എന്ത് സാധനമാണ്, അല്ലെങ്കിൽ ആദ്യമായിട്ട് എന്നോട് ഇങ്ങനെ കണ്ട് മിണ്ടിയപ്പോഴത്തേക്ക് ഇങ്ങനെ ചോദിച്ചു എന്നും പറഞ്ഞിട്ട് അവൾക്ക് നിങ്ങളോട് ഇഷ്ടമല്ല, വെറുപ്പാണ് തോന്നത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആരും പോയി ആദ്യമേ ചോദിച്ചേക്കരുത്. ഇപ്പം നിങ്ങൾ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ദാഹിക്കണം, നിങ്ങൾക്ക് വെള്ളം വേണം, നിങ്ങളുടെ ബോട്ടിൽ ആ ഒരു പെൺകുട്ടിയുടെ അടുത്താണ് ഇരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ചോദിക്കാം, എനിക്ക് ആ ബോട്ടിലൊന്ന് എടുത്തു തരുമോ. പിന്നെ നിങ്ങളിപ്പോൾ ഒരു ദിവസം ഓഫീസിൽ പോകാൻ വേണ്ടി ലേറ്റായി, നിങ്ങളുടെ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളൊക്കെ വന്നു,
നിങ്ങൾക്ക് ആ ഒരു പെൺകുട്ടീനെ വിളിക്കാം, എന്നിട്ട് പറയാം, ഇന്ന് എൻ്റെ വണ്ടിക്ക് എന്താണെന്നറിയില്ല, എന്തോ ഒരു സ്റ്റാർട്ടിങ് പ്രോബ്ലം ഉണ്ട്, നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമോ, എനിക്കൊരു ലിഫ്റ്റ് തരാമോ, ബസ്സിലൊക്കെ കയറി വരികയാണെങ്കിൽ ഞാൻ ഒരുപാട് ലേറ്റ് ആവും, അതുകൊണ്ടാണ്. ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് മനസ്സിലത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി തോന്നുകയും നിങ്ങൾ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. പിന്നെ ഇപ്പം നിങ്ങൾ പഠിക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നോട്ടോ ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു കുട്ടിയെ കൊണ്ട് എഴുതിക്കുക. അപ്പോൾ അവളിങ്ങനെ വിചാരിക്കും, ഇത്രയും പേര് ക്ലാസ്സിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഓഫീസിലുള്ളവരാണെങ്കിൽ ഇത്രയും പേരുണ്ട്, എന്നിട്ട് ഇവൻ എന്തുകൊണ്ടാണ് എന്നോട് മാത്രം ഹെൽപ്പ് ചോദിച്ചത്, ഇവൻ എന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരിക്കും അല്ലേ. ഈ ഒരു തോട്ട് അവളുടെ ഉള്ളിൽ വരികയും അവൾക്ക് തീർച്ചയായിട്ടും നിങ്ങളോടൊരു ഇഷ്ടം തോന്നാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇന്ന് ഈ പറഞ്ഞ 5 കാര്യങ്ങളും എല്ലാവരും ഒന്ന് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോരോ കുഞ്ഞു കുഞ്ഞു ഹെൽപ്പുകളും കാര്യങ്ങളൊക്കെ അവൾ ചെയ്യുന്നു. നിങ്ങളുമായിട്ട് കുറേ അധിക സമയം ഇങ്ങനെ സംസാരിക്കുന്നു, ഇങ്ങനെ ചിരിക്കുന്നു. ഇങ്ങനെയൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അവളുടെ ഉള്ളിൽ നിങ്ങളോടൊരു ഇഷ്ടം തോന്നാൻ വേണ്ടത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുള്ളായി എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.